to another episode of Nanma's World of Books, the book world. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് റേച്ചൽ റിനി റുസേലിൻ്റെ ഡോർക്ക് ഡയറീസ് ഹോളിഡേ ഹാർട്ട് ബ്രേക്ക് എന്നൊരു ഈ ഒരു ബുക്കാണ്. സോ എനിക്കിതിലെ മെയിനായിട്ട് ഇതിലെ വില്ലനായിട്ട് തോന്നിയത് ഓഫ്കോഴ്സ് ബ്രിയാനെ തന്നെയാണ്. മെക്കൻസിയേക്കാൾ ഇത് കണ്ടോ നിക്കിക്കൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കി കൊടുക്കാണ് ബ്രിയാന. ബ്രിയാന ഡിഡി അല്ല, അത് വേറെയായിരുന്നു. ബ്രീബ്രി ചെയ്തതാണ്. ഇതാണ് സംഭവം. കണ്ടോ, നിക്കിയുടെ ഒരു മുടിയുടെ ഒരു ഇത് തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയും. സോ അതുപോലെ തന്നെ ഇതിലെ ഫോണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ഫോണ്ടാണ്. നമുക്ക് വായിക്കാൻ എളുപ്പമാണ്, അതുപോലെ പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഈ ഒരു ബുക്ക് ശരിക്കും നമ്മളെ ഗേൾസിനെ ഒരുപാട് അണ്ടർസ്റ്റാൻഡ് എഴുതിയിട്ടുള്ളൊരു ബുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഗേളിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇതിലിപ്പോൾ ഞാൻ എത്ര ബുക്സ് വായിച്ചു, ഒരു സെക്കൻഡ്. ഞാൻ പാർട്ടി ടൈം വായിച്ചു, ഹൗ ടു ടോക്കിയോ ഡയറി വായിച്ചു, ഹോളിഡേ ഹാർട്ട് ബ്രേക്ക് വായിച്ചു, വൺസ് അപ്പോൺ എ ഡോർക്ക് വായിച്ചു, പപ്പി ലവ് വായിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പപ്പി ലവ് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ മെക്കൻസി ഒരു വില്ലനായിട്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മെക്കൻസി വില്ലനായിട്ട് വരാത്ത ഏത് ബുക്കാണ് ഉള്ളതല്ലേ? അതുപോലെ എപ്പോഴും നിക്കിക്ക് വരുന്ന ഓരോരോ കഷ്ടതകളും എപ്പോഴും ക്ലോയും സോയും അതിനൊക്കെ കൂടെ നിൽക്കുന്നത് ഈ ഒരു ബുക്കിൽ എഴുതുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഹമങ്കസ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും വായിച്ച് തന്നെ അറിയണം. എനിക്കിതുവരെ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോർക്ക് ഡയറീസ് ഓഫ്കോഴ്സ് ഇത് തന്നെയാണ്. അതുപോലെ ഇത് കണ്ടോ, പ്രിൻസസ് ഷുഗർ പ്ലമ്മിൻ്റെ ഒരു വാലന്റൈൻ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി ബ്രിയാന പോകുന്നതും പിന്നെ എല്ലാം കൂടെ വന്ന് നിക്കിയുടെ തലമുണ്ടേ കൂടെ വീഴുന്നതൊക്കെയാണ്. അതുപോലെ ഇവരുടെ വാലന്റൈൻസ് ഡേക്ക് ഒരു എന്താ പറയുക, ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡാൻസിന് എന്താ പറയുക, ഷുഗർ ഹാർട്ട് പ്രിൻസസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ആവും. പക്ഷെ എല്ലാവരും ഉറപ്പിച്ചു മെക്കൻസി തന്നെ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി മെക്കൻസി തന്നെ ആയിരിക്കും. അത് നിങ്ങളും വായിച്ചു തന്നെ അറിയാം. ദ ഡോണറ്റ് ഇത് നിക്ക് ആക്ച്വലി ഒരു റിങ് ഇട്ടിട്ട് സ്വിമ്മിങ് പൂളിൽ പോകാൻ പോയതാണ്. അതാണ് പറയുന്നത് ഡോക്ക് ഇൻ ദ ഡോണറ്റ്. ആ സ്വിമ്മിങ് ക്ലാസ്സിന് പോകാൻ പോയപ്പോൾ ഇവിടെ ഉണ്ട് ബ്രിയാന എനിക്ക് ബ്രിയാന എന്ന് വരുന്നുള്ളൂ. എനിക്ക് ഉണ്ടാക്കിയൊരു കാർഡുണ്ട്. അതുപോലെ ഈ ഒരു കുട്ടിയുണ്ട്, മിസ്റ്റർ ബട്ടൺസിൻ്റെ എന്താ പറയുക, മിസ്റ്റർ ബട്ടൺസിൻ്റെ ഓണറായിട്ടുള്ള ഈ കുട്ടിയാണ് ഒളിവറും ബ്രിയാനയ്ക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്സാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് ഒരു ബേസിക്കലി ഒരു വാലന്റൈൻസ് ഡേയും അതുമായിട്ട് നിക്കിയുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഒക്കെയാണ്. അതുപോലെ ബ്രാൻഡനും നിക്കിയായിരിക്കും ഒരുമിച്ച് ഡാൻസിന് പോകുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് എഴുതിയിട്ടുള്ളത്. സോ അത് നമുക്കറിയത്തില്ല, അത് നമുക്ക് ഈ ഒരു ബുക്ക് വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ എന്തായാലും നിങ്ങൾ വായിച്ച് തന്നെ നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. വന്നൊരു ബുക്കാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ റിവ്യൂ. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ. ഐ ആം നന്മ സൈനിങ് ഓഫ്.